സതീശൻ സർക്കാരിന് പ്രതിസന്ധി. മലയിടം തുരുത്തിൽ ദളിത് കുടുംബങ്ങളെ ഒഴിപ്പിക്കണമെന്ന് ആവർത്തിച്ച് കോടതി. 9-ാം തീയതിക്കകം നടപടി പൂർത്തിയാക്കണമെന്ന് പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി. പുനരധിവാസ പാക്കേജ് സ്വീകരിക്കില്ലെന്ന് സമരസമിതി. കുടിയൊഴിപ്പിക്കാൻ ശ്രമിച്ചാൽ ശക്തമായി എതിർക്കും. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം. കോഴിക്കോട് റൂറൽ ഡിവൈഎസ്പി മനോഹരൻ ടിയുടെ നേതൃത്വത്തിൽ 7-അംഗ സംഘം. രക്ഷാപ്രവർത്തന കേസിൽ പ്രതികളെ ശനിയാഴ്ച വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി. നരഹത്യാ കുറ്റം ചുമത്തിയതിന്റെ ഉദ്ദേശമെന്ത് എന്നും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി. ജീവനക്കാരുടെ കൂട്ടസ്ഥലം മാറ്റം സഭയിൽ ഉയർത്തി പ്രതിപക്ഷം. പവർ ബ്രോക്കർമാരും ദല്ലാളന്മാരും ആധിപത്യം സ്ഥാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. ഈ രീതിയാണ് തുടരാൻ പോകുന്നതെങ്കിൽ കാണേണ്ടത് അധികാരത്തിന്റെ ഇടനാഴികളിൽ പവർ ബ്രോക്കർമാരും ദല്ലാളന്മാരും അധികാരം സ്ഥാപിച്ച് ആധിപത്യം സ്ഥാപിച്ച് വലിയ തോതിലുള്ള അഴിമതിക്ക് വഴിയൊരുക്കുമെന്നതാണ്. സ്ഥലം മാറ്റം ഭരണ സൗകര്യാർത്ഥമെന്ന് സർക്കാർ. ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം നാളെ പുറത്തിറക്കും. കൃഷിമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ശ്രീരാം വെങ്കിട്ടരാമനെതിരെ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം. പ്രതിപക്ഷ ഉപനേതാവിൽ തർക്കിച്ച് സിപിഐഎമ്മും സിപിഐയും. AKG സെന്ററിലെത്തി ബിനോയ് വിശ്വം നടത്തിയ ചർച്ചയും പരാജയം. സിപിഐ നൽകുന്ന പ്രാധാന്യം സിപിഐഎമ്മും നൽകണമെന്ന് ബിനോയ് വിശ്വം. അൻസിബയുടെ പരാതി അന്വേഷിക്കാൻ പാനൽ രൂപീകരിച്ച് അമ്മ. പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും പാനലിൽ. വിവാദം പരസ്യ ചർച്ചയാക്കിയവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്ന് ശ്വേതാ മേനോൻ. अरे बाबू मर जाते आप तो देना यार. ഡൽഹിയിൽ ഹോട്ടലിൽ വൻ തീപിടുത്തം. 21 പേർ വെന്തു മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. മരിച്ചവരിൽ വിദേശികളും. ನಾನು DK ಶಿವಕುಮಾರ್ ಎಂಬ ಹೆಸರಾದ ನಾನು ಕಾನೂನು ಮೂಲಕ ಸ್ಥಾಪಿತವಾದ ಭಾರತದ ಸಂವಿಧಾನ ವಿಷಯದಲ್ಲಿ കർണാടകത്തെ ഇനി DKS നയിക്കും. ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. G. പരമേശ്വര ഉപമുഖ്യമന്ത്രി. മന്ത്രിസഭയിൽ 2 മലയാളികൾ. അസാധാരണ പ്രതിസന്ധിയിൽ മമതാ ബാനർജി. തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. ഋതപ്രത ബാനർജി പ്രതിപക്ഷ നേതാവാകും. കുവൈറ്റ് വിമാനത്താവളത്തിൽ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. കുടുംബത്തിന് സാധ്യമായ എല്ലാ പിന്തുണയും സഹായവും നൽകുമെന്ന് ഇന്ത്യൻ എംബസി. ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നെതന്യാഹുവിനോട് അതൃപ്തി അറിയിച്ച് ട്രംപ്. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ സൈനിക നടപടി തുടരുമെന്ന് നെതന്യാഹു.